Like a Hellcat. ലിസാമ്മ ഫുഡ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കയുടെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പം ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് അത് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങാപ്പാൽ അത് പിഴിഞ്ഞ് ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 4 ഏലക്കയും നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. നേരെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറേ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചക്കയ്ക്കകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. വലിയ മെനക്കേട്ട പണിയൊന്നും അല്ല ഇത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പം നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും അത് കാണണം, ഷെയർ ചെയ്യണം. നിങ്ങളത് നോക്കി ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. പിന്നെ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ തിളച്ച് എടുക്കണം. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചക്ക വെന്താലേ നമുക്കതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ. ചക്കയ്ക്ക് നന്ന മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ശർക്കരയൊക്കെ നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നന്നായിട്ട് ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഏലക്ക എടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് തോടുൾപ്പെടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടെ ഒരു അരമണിക്കൂറത്തെ താമസമേ നമുക്ക് വരുന്നുള്ളൂ. വലിയ താമസം ഒന്നുമില്ല. ചക്ക അരിഞ്ഞെടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ 1-ാം പാല് ചേർക്കാവൂ. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ നല്ല ഒരു മണവും ആ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പം ഒരു സ്പൂണ് നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചക്കയുടെ ഈ ഒരു കിടിലൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നട്ട്സ് നെയ്ക്കകത്തൊന്ന് വറുത്തൊന്ന് ചേർത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ഇടണം. ഇതാക്കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് കഴിക്കാൻ. ഇത് ചൂടോടുകൂടിയും കഴിക്കാം, തണുത്ത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷവും കഴിക്കാം. ചൂടോട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.